بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. പ്രേം പറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന അപാരമായ അനുഗ്രഹങ്ങളുടെ ആസ്വാദനങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ എണ്ണിയാൽ അവസാനിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. വൈൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തഹ്സുഹാ. നമ്മളൊക്കെ എത്ര വലിയ ആളുകളാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പലതും ചെയ്യാൻ പറ്റും, ഞാൻ കുഴപ്പമില്ലാത്ത ഒരാളാണ് എന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്നുണ്ട് എങ്കിലും സൃഷ്ടാവായ റബ്ബ് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ അത് ആ അനുഗ്രഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങളെയെല്ലാം അത് നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമ്മുടെ സമ്പത്താണെങ്കിലും നമ്മുടെ സൃഷ്ടിപ്പിലുള്ള നമ്മുടെ അവയവങ്ങളാണെങ്കിലും എന്ത് അനുഗ്രഹമാണെങ്കിലും ശരി, ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തി റബ്ബിന് ഇഷ്ടമുള്ള അടിമകളായിക്കൊണ്ട് ജീവിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിലെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണെങ്കിലും കേൾക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ മക്കളോടുള്ള ബാധ്യതകളെ കുറിച്ച് അധികമൊന്നും ചിന്തിക്കാതെ കടന്നു പോകുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെന്ന് പറയുന്നത് അനുഗ്രഹമാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നൽകുന്നു. ഇഷ്ടപ്പെടുന്നവർക്കെന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള, അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവല്ല മക്കളെ കിട്ടുക എന്ന് പറയുന്നത്. കാരണം അതൊരു പരീക്ഷണമാണ്. കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് പറഞ്ഞത് ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാ. അള്ളാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയുടെയും മുഴുവനും അധികാരം അവനാണ്. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. ചില ആളുകൾക്ക് അവൻ പെൺകുട്ടികളെ കൊടുക്കും, ചില ആളുകൾക്ക് അവൻ ആൺകുട്ടികളെ കൊടുക്കും. അതേപോലെ ചില ആളുകൾക്ക് അല്ലാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി കൊടുക്കും. وَيَجْعَلُ مَن يَشَاءُ عَقِيمًا إِنَّهُ عَلِيمٌ قَدِيرٌ. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളെ കൊടുക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. മക്കൾ എന്ന് പറയുന്നതിനെ അനുഗ്രഹമായി കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ചില പ്രവാചകന്മാർക്ക് അവരുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളെ കൊടുത്തത് നമുക്കറിയാം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മുടി നരബാധിച്ചിട്ടുണ്ട് വാർദ്ധക്യത്താൽ, അദ്ദേഹത്തിന്റെ എല്ലുകൾ ക്ഷയിച്ചു പോയിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബിക്ക് വഹീ കൊടുക്കുന്നത്. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഉലാമിൻ ഇസ്മുഹു യഹ്യ. യഹ്യ എന്ന് പറയുന്ന ഒരു മകനെ നിനക്ക് നൽകാൻ പോകുന്നു എന്നുള്ളത് വബശ്ശർനാഹു, സന്തോഷ വാർത്തയായിട്ടാണ് അറിയിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നത് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന പദം ഫബശ്ശർനാഹു ബിഉലാമിൻ ഹലീം. ഹലീമായിട്ടുള്ള സഹനശീലനായ ഒരു മകനെ നിനക്ക് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അള്ളാഹു അറിയിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മക്കൾ എന്ന് പറയുന്നത്, നമുക്കൊക്കെ മക്കളുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും. മക്കളെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി കൊണ്ട് നമ്മൾ എണ്ണിയിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, ആ മക്കൾ എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹമായി മാറുന്നത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതാണ്. മക്കൾ അനുഗ്രഹമാകുന്നത് നമ്മളൊക്കെ കണക്കില് 5 അക്ക ശമ്പളമോ 6 അക്ക ശമ്പളമോ എന്റെ മകൻ നേടുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിയിട്ടുണ്ട് എങ്കിൽ സംതൃപ്തരാണെന്ന് വിചാരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വാപ്പാന്റെ ബിസിനസ് നോക്കി നടത്തുവാൻ പാകതയിലുള്ള, പക്വതയുള്ള, അതിനുള്ള കഴിവുള്ള മകനായി നമ്മുടെ മക്കൾ വളർന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹ്, ഞാൻ എന്റെ മക്കൾ ഞാൻ അനുഗ്രഹപൂർണനാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെ, ചില ആളുകൾ, ആരെങ്കിലും മക്കൾ നമ്മളോട് വന്നിട്ട് നമ്മളെ മക്കളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ചോദിച്ചാൽ ചില ആളുകളുടെ മുഖം തിളങ്ങും, ചില ആളുകളുടെ അത് വിവരണമാകും. എന്ത് കാരണം? തിളങ്ങുന്നവരുടെ കാരണം അവരുടെ മക്കൾ എന്തായിട്ടുണ്ട്? അവർ വിചാരിച്ചതുപോലെ ആയിട്ടുണ്ട്. അവർ വിചാരിച്ചതുപോലെ ആയിട്ടുണ്ട്. എന്താ അവർ വിചാരിച്ചത്? അവർ വിചാരിച്ചത് അവൻ പഠിച്ചു നല്ലൊരു ജോലി വാങ്ങണം, അത് നേടിയിട്ടുണ്ട്. അല്ലെങ്കിൽ വാപ്പാന്റെ സമ്പത്ത് നോക്കി നടത്തുവാൻ, ബിസിനസ് നോക്കി നടത്തുവാനുള്ള പ്രാപ്തിയിലെത്തണം, അവൻ ആ രൂപത്തിലായിട്ടുണ്ട്. അതുകൊണ്ടെന്താണ് അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ തുറന്നു പറയാറുണ്ട്. എന്നാൽ
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിരുന്നു, എപ്പോഴാണ് നമ്മുടെ മക്കൾ നമുക്ക് പൂർണ്ണമായും അനുഗ്രഹമാകുന്നത് എന്ന് ചോദിച്ചാൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ അതിനുത്തരം കണ്ടെത്തണം. മറ്റത് ഭൗതികം മാത്രമാണ്. മക്കൾക്ക് ആരൊക്കെ ശമ്പളമുണ്ട് എന്നുള്ളത് കൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന വാപ്പാരൊന്നും ഈ ദുനിയാവിലൊന്നും നമ്മൾ കുറച്ചേ കണ്ടിട്ടുള്ളൂ, കുറഞ്ഞ ആളുകളേ ഉള്ളൂ. അധികവും ശമ്പളവും ബിസിനസ്സും ഒക്കെ വാപ്പാരെക്കാളും ബിസിനസ്സൊക്കെ വളർത്തിക്കൊണ്ടുപോകാൻ കെൽപ്പുള്ളവനാകുമ്പോ വാപ്പാക്കെതിരെ നിൽക്കുന്നവനായും വാപ്പയെ സങ്കടപ്പെടുത്തുന്നവരുമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആരൊക്കെ ശമ്പളമുള്ള ഒരു മനുഷ്യൻ നല്ലൊരു കുടുംബത്തിൽ നിന്നും കല്യാണം കഴിച്ച് വാപ്പയെയും ഉമ്മയെയും ഒഴിവാക്കി ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. സന്ദർഭികൾ പറഞ്ഞത് മാത്രം. ഇവിടെ മക്കളെന്ന് പറയുന്നത് അനുഗ്രഹമാകുന്നത് എപ്പോഴാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു أن النبي صلى الله عليه وسلم إذا مات الإنسان انقطع عنه عمله إلا من ثلاث. നമ്മൾ മരണപ്പെട്ടു പോയാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുമെന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് സ്വദഖത്തുൻ ജാരിയാണ് എങ്കിൽ, രണ്ടാമതായി പറഞ്ഞത് അവൻ ഉപകാരപ്പെടുന്ന അവൻ അറിവ്, ആ അറിവ് അവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതവന് വീണ്ടും അത് മരണശേഷം ഉപകാരപ്പെടുമെങ്കിൽ, മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. ഒരു ഉപ്പ എന്നുള്ള നിലക്ക്, ഒരു ഉമ്മ എന്നുള്ള നിലക്ക് നമുക്ക് പറയാൻ സാധ്യമാണ്, പ്രിയമുള്ളവരെ, എന്റെ മരണശേഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ദീനിനെ കുറിച്ച് അറിവുള്ള, അവബോധമുള്ള, സത്താവിനെ കുറിച്ച് ബോധ്യമുള്ള, ഇസ്ലാമിന്റെ ആശയങ്ങളോടും ആദർശത്തിനോടും സ്നേഹമുള്ള ഒരു സന്താനത്തെയാണ് ഞാൻ വളർത്തിയതെന്ന് പറയാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് നമ്മുടെ മക്കൾ പരിപൂർണമായി നമുക്ക് അനുഗ്രഹമായി മാറുന്നത്. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭൗതികമായ അവസ്ഥകൾ തിളങ്ങി നിൽക്കുന്നവരായി നമ്മൾ മക്കളെ വളർത്തിയിട്ടുണ്ട് എങ്കിലും അതൊരു പക്ഷേ ദുനിയാവിൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരലോകത്ത് പിന്നെ യാതൊരു തരത്തിലുമുള്ള ഉപകാരവും നമുക്ക് അവരെ കൊണ്ടുണ്ടാവുകയില്ല. മക്കൾ അനുഗ്രഹമാകുന്നത് അവർ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. സ്വർഗത്തിന് ഒരുപാട് ദർജകളുണ്ടല്ലോ. ആ മനുഷ്യനെ സ്വർഗത്തിന്റെ ഉയർന്ന ദർജകളിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, എന്താണ് ഞാൻ ഇങ്ങനെ സ്വർഗത്തിന്റെ ഉന്നതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടി. വീണ്ടും എന്നെ എന്താ ഇങ്ങനെ സ്വർഗത്തിലെ ഉന്നതമായ പദവിയിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നു, യാ റബ്ബി മിൻ ഐന ലി ഹാദാ യഖൂൽ ബിഇസ്തിഗ്ഫാരി വലദിക ലക്. നിന്റെ മക്കളുണ്ടല്ലോ, നീ പോറ്റി വളർത്തിയ നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന നിമിത്തമാണ് സ്വർഗത്തിലെ ഉന്നതമായ ആ സ്ഥാനങ്ങളിലേക്ക് നീ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മറുപടി പറയുന്നത് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു സന്താനങ്ങളെ ലഭിച്ചാലാണ് നമ്മൾ മക്കൾ നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മളൊക്കെ പല ആളുകളും മക്കളെന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചൊന്നും നമ്മൾ പരിഗണിക്കാതെ വിടുന്ന കാര്യമാണ്. പരിഗണിക്കാതെ വിടുക എന്ന് പറഞ്ഞാൽ ഭൗതികമായി നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് മക്കളോട് തനിക്കൊരു ബാധ്യതയുണ്ട് എന്ന് ബോധമില്ലാത്തവർ പല ആളുകളും വിചാരിച്ചു വച്ചിരിക്കുന്നത് മക്കളോടുള്ള പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് പെൺകുട്ടിയാണെങ്കിൽ നല്ലൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണം, ആൺകുട്ടിയാണെങ്കിലോ അവനും അവന്റെ കുടുംബത്തിനും ജീവിക്കുവാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അത് സർക്കാർ ജോലിയാണെങ്കിലും വേറെ പ്രൈവറ്റ് ജോലിയാണെങ്കിലും ബിസിനസ് എന്നാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും എന്താണ് അതോടുകൂടി എന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കളാണ് എങ്കിൽ അറിഞ്ഞു വെക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ, എല്ലാവരും ഭരണാധികാരികളാണ്, വകുല്ലുക്കും മസ്ഊലുൻ മൻ റഅയതിഹി, നമ്മുടെ ഭരണീയരെ കുറിച്ച് ചോദിക്കും, വഅമീറു ഭരണാധികാരിയെ കുറിച്ച് തന്റെ ഭരണീയരെ കുറിച്ച് ചോദിക്കും ഭരണാധികാരിയോട്. അതേപോലെ ഒരു പുരുഷൻ റാഇൻ അലാ അഹ്ലി ബൈതിഹി, അവന്റെ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. എന്തെങ്കിലും ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നമുക്ക് പറ്റൂല. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ ചെലവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരെ കുറിച്ചും കൃത്യമായി റബ്ബിനോട് മറുപടി പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. വളരെ സിമ്പിളായിട്ട് ഓരൊക്കെ കുറച്ചതായില്ല ഇനിപ്പെന്താ എന്ന് വിചാരിക്കുന്ന അഭിപ്രായം പറയുന്നവരുണ്ടെങ്കിൽ അറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മോട് പഠിപ്പിക്കുന്നു, നമ്മുടെ മക്കളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതാ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയ വചനം, സൂറത്തു തഹരീമിന്റെ 6-ാമത്തെ വചനം അറിയാത്ത
പറയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, വിശ്വാസികളെ ഖൂ അൻഫുസകും, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ നരകാത്തിൽ നിന്നും സൂക്ഷിക്കണം. പോരാ, വഅഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. മക്കളെയും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തെയും നരകാഗ്നിയും സൂക്ഷിക്കണം. കാരണം നരകാഗ്നി എന്ന് പറയുന്നത് അവിടെയുള്ളത് അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. കല്ല് കത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കില്ല, ഇവിടെ ഏത് ബിൽഡിംഗ് നമ്മൾ തകർന്ന് തരിപ്പണമായാലും കത്തിക്കരിഞ്ഞു പോയാലും അവിടെ ബാക്കിയായി നിൽക്കുന്നത് കല്ലാണ്. നരകത്തിലാവട്ടെ ആ കല്ലുകൾക്ക് കൂടെയാണ് മനുഷ്യരെ കത്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് അത് എത്രമേൽ ഭയാനകരമായിരിക്കുമെന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് അവിടെയുള്ള മലക്കുകളെ കുറിച്ചും ഈ ആയത്തിലൂടെ പറയുന്നു, ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നമ്മുടെ കുടുംബത്തെയും നമ്മളെയും നരകത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഹൃദയത്തിൽ നല്ല ചിന്തയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ളവരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് നമ്മളെ പേടിപ്പിക്കേണ്ടതുണ്ട്, നമ്മളെ ഭയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്നതിന് ഈ ആയത്തിന് സ്വാധീനം ഉണ്ടാകേണ്ടതുണ്ട്. വേണ്ടേ? നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയുമെല്ലാം ഇസ്ലാമിന്റെ ആശയങ്ങളോടും ആദർശങ്ങളോടും വിരുദ്ധത കാണിക്കുന്ന സംസ്കാരവും സ്വഭാവവും കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് ഈ ആയത്ത് ഓർമ്മ വരണം. നമ്മുടെ കുടുംബത്തിനെ നരകാത്തിൽ നിന്നും രക്ഷിക്കേണ്ടുന്ന ബാധ്യതയുള്ളവർ ഞാനാണെന്ന ബോധ്യമുണ്ടാകണം. ഈ ആയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രവാചക വചനം കൂടി നിങ്ങളോട് പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹു റഅയ. എല്ലാ ആളുകൾക്കും, ഏതൊരു മനുഷ്യനാകട്ടെ, അയാളുടെ കീഴിൽ എന്തുണ്ട്? അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത ചില ആളുകളുണ്ട്. അല്ലെ, നമ്മളെ വാപ്പയാണെങ്കിൽ നമ്മുടെ മക്കൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചു തന്നതാണ്, നമ്മുടെ ഇണകൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചു തന്നതാണ്, നമ്മുടെ ഉമ്മയും ഉപ്പയും ഒക്കെ നമ്മളെ ഏൽപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും തന്റെ കീഴിലുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, യമൂതു യൗമ യമൂതു വഹുവ ഗാശും ലിറഇയതിഹി. അവൻ മരിച്ചു പോകുന്ന ദിവസം അവന്റെ കീഴിലുള്ള ആളുകളെ അവരെ വഞ്ചിച്ചുകൊണ്ടാണ് അവൻ മരിച്ചു പോകുന്നത് എങ്കിൽ, അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റാതെയാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ അത് പ്രശ്നമാണ്. നമ്മുടെ കീഴിലുള്ള ആളുകൾ, നമ്മുടെ മക്കളോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം. നമ്മുടെ ഇണകളോടും നമ്മുടെ മാതാപിതാക്കളോടും നമുക്ക് സമൂഹത്തോടും ഉണ്ട് ബാധ്യത. അയൽവാസിയോട് നമുക്ക് ബാധ്യതകളുണ്ട്. എല്ലാവരോടുമുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട്. നമ്മൾ മരണപ്പെട്ടു പോകുമ്പോ നമ്മളെ ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇസ്ലാമിനെ കുറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇസ്ലാമിന്റെ ആശയങ്ങൾ, ആദർശങ്ങൾ അവരെ പഠിപ്പിക്കണം. സ്വർഗത്തിലേക്ക് നയിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാതെയാണ് എങ്കിൽ, ബോധ്യപ്പെടുത്താതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളിൽ പല ആളുകളും 5 നേരം സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരുടെ വീട്ടിൽ നിന്നും അവദ്ദേഹം ഒഴികെ ബാക്കിയുള്ളവരുടെ പലരുടെയും സംസ്കാരവും സ്വഭാവവും ഇസ്ലാമിന് നേർവിരുദ്ധമാണ്. ഒരു ബേജാറും ഇല്ലാതായിരിക്കുന്നു നമുക്ക്. അവരോട് നമുക്ക് കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കളെ ഉന്നതമായ ഭൗതികമായ സംവിധാനത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി നമ്മളെ മക്കൾ എത്ര പ്രാവശ്യം നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, എത്ര പ്രാവശ്യം നമ്മൾ അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, എത്ര പ്രാവശ്യം നമ്മൾ പല രൂപത്തിലുമുള്ള ശിക്ഷകൾ അവർക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ദീനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാകുമ്പോൾ അത് 1-2 പ്രാവശ്യം മാത്രം. മദ്രസയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സുബ്ഹിക്ക് വരാത്തതിന് വാപ്പനോട് പറഞ്ഞു, നിങ്ങൾ വിളിക്കണ്ടേ? ഞാൻ കുറെ ദിവസം ഇവനെ വിളിക്കണ്, അവൻ വരുന്നില്ല, നീ വിളിക്കണില്ല, തീരുമാനിച്ചു. എന്നാൽ അവൻ പറയണത്, ഞാൻ 10ാം ക്ലാസ് പഠിക്കണത് നിർത്തി, ഞാനിനി വേറെ പണിക്ക് പോവാണ് എന്ന് പറഞ്ഞ വാപ്പ സമ്മതിക്കോ? ഇല്ല. വാപ്പ ഭക്ഷണം കൊടുക്കൂല, വാപ്പ വീട്ടിൽ നിന്നും പുറത്താക്കും, അല്ലെ? എന്നാൽ ദീനിന്റെ വിഷയം വരുമ്പോൾ യാതൊരു തരത്തിലുള്ള കുലുക്കമില്ലാത്തവർ നമ്മൾ ഓരോരുത്തരും, അത് നമ്മുടെ ബാധ്യതയാണ് എന്ന ബോധ്യമില്ലാത്തവർ നമ്മൾ ഓരോരുത്തരും. എന്നാൽ അറിഞ്ഞു വെക്കുക, നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ്
നമ്മുടെ മക്കൾക്ക് ദീനിന്റെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു അവന് സ്വർഗം അവന് നിഷിദ്ധമാകുമെന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മൾ ഓരോരുത്തരും. വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടാക്കണം. പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ നേർവഴിയിലേക്ക് നയിക്കുവാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ഉപദേശിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രവാചകന്മാരുടെ മാതൃകയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹീമു ബനി വയാഖൂബ യാ ബനി ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബിയും യാഖൂബ് നബിയും മരണാസന്നമായ സമയത്ത് മക്കളെ വസിയത്ത് കൊടുക്കുക. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അടക്കമുള്ള മക്കളെ വിളിച്ചുകൊണ്ട് വാപ്പ പറയാണ്, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ആരെയാണ് നിങ്ങൾ ആരാധിക്കുക, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുവാൻ പാടുള്ളൂ, നിങ്ങൾ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്നുള്ള ഉപദേശമാണ് അവർ കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ ഓരോരുത്തരും നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ ഭൗതികമല്ലാതെ എന്തുപദേശമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദീനുമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ നമ്മൾ എന്നോ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 40-45 വയസ്സായിട്ട് നടക്കുന്ന നമ്മുടെ മക്കളോട് നമ്മൾ എന്താകും, ദുനിയാവിന്റെ വിഷയം വീണ്ടും ഉപദേശിച്ചുകൊണ്ടിരിക്കും. കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ മക്കളെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, പ്രവാചകന്മാരുടെ മാതൃകയനുസരിച്ചുകൊണ്ട് നമ്മൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളത് ഗൗരവകരമായ ഒരു ചോദ്യമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. അവസാനം അദ്ദേഹം ഒരു രാജ്യത്തിന്റെ ആ മന്ത്രിയായി മാറുകയും ആ മന്ത്രിയായ യൂസുഫ് നബിയുടെ അടുക്കലേക്ക് ചെല്ലേണ്ടുന്ന സാഹചര്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടാകുന്നു. ആ സന്ദർഭത്തിൽ വാപ്പ അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തെ കുറിച്ച് പിന്നെ സുഫിയാൻ സൗദി അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ബാഗവിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താ നിങ്ങള് വാപ്പാനെ കണ്ടപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോട് ചോദിക്കണത്, യാ ബറ്റി, പ്രിയപ്പെട്ട ഉപ്പ, ബകൈത ഹത്താ ദഹബ ബസറുക അലം തഅലം അന്നൽ ഖിയാമത തജ്മഉന. എന്തിനാണ് വാപ്പ നിങ്ങൾ ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുമാറ് കരഞ്ഞത്? അപ്പനെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണായതിനു ശേഷം കരഞ്ഞിട്ട് യൂസുഫ് നബി ചോദിക്ക, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെടുമാറ് നിങ്ങൾ കരഞ്ഞത്? നിങ്ങൾക്കറിയുമായിരുന്നില്ല എന്ത്? അലം തഅലം അന്നൽ ഖിയാമത തജ്മഉന, പരലോകത്ത് നമ്മൾ കണ്ടുമുട്ടുമെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. മോനെ, ഞാൻ കരഞ്ഞത് അതേപോലെ എന്റെ കാഴ്ച നഷ്ടപ്പെടുമാറ് ഞാൻ കരയാനുള്ള കാരണം എന്റെ മോന് ഭക്ഷണം കിട്ടിയോ എന്ന് ആലോചിച്ചിട്ടല്ല, എന്റെ എന്റെ മകനെ ഏതെങ്കിലും ചെന്നായ പിടിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടത്തിൽ പെട്ടുപോയി പ്രയാസപ്പെടുമെന്ന് ആലോചിച്ചിട്ടല്ല. അദ്ദേഹം പറഞ്ഞത്, യാ ബതി വലാകിൻ ഖശീതു അൻ തുസ്ലബ ദീനക വയുഹാല ബൈനി വബൈനക. ഞാൻ പേടിച്ചത്, ഞാൻ കരഞ്ഞത് എന്റെ മകനിൽ നിന്നും ഇസ്ലാം എന്ന് പറയുന്നത് കവർന്നെടുക്കപ്പെട്ടു പോകുമോ, യഥാർത്ഥമായ സത്താവിന്റെ ആ മതത്തിൽ നിന്നും എന്റെ മകൻ വിട്ടുപോകുമോ എന്നുള്ള ഭയമായിരുന്നു. അങ്ങനെ വന്നാൽ നാളെ പരലോകത്ത് എന്നെ ചൂണ്ടിയായിരിക്കും നീ ചോദിക്കുക, നിങ്ങൾ എന്തുകൊണ്ട് എനിക്കത് പറഞ്ഞു തന്നില്ല, എന്തുകൊണ്ട് എന്റെ ഹൃദയത്തിന് ശക്തമാകുന്ന രൂപത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് എന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് നീ ചോദിക്കും. അത് ആ കാര്യം ഓർത്തിട്ടാണ് മകനെ ഞാൻ കരഞ്ഞതെന്ന് പറയുമ്പോ, പ്രിയമുള്ളവരെ, നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നാളെ പരലോകത്ത് നമ്മളെ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ അറിഞ്ഞു വെക്കണം, നമ്മൾ ആദ്യം അല്ലാഹു വാപ്പാനെയും മകനെയും ചോദ്യം ചെയ്യും. ആദ്യം ആരെ ചോദ്യം ചെയ്യാറ്? ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് വാപ്പാനായിരിക്കും. വാപ്പാനാണ് ആദ്യം ചോദ്യം ചെയ്യുക, അതിനുശേഷമാണ് മകനെ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൽ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന യഥാർത്ഥമായ അധ്യാപനങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അവരെ ഇസ്ലാമിന്റെ സംസ്കാരത്തിലും സ്വഭാവത്തിലും കൊണ്ടുപോകുവാൻ ഉതകുന്ന സാഹചര്യത്തിലാണ് വളർത്തിയത് എന്നുള്ള ചോദ്യമുണ്ടാകും. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലടക്കമുള്ള
വലിയ വലിയ സ്കൂളുകളുണ്ട്. എന്ത്? നിസ്കരിക്കാൻ അനുവാദമില്ലാത്ത, ഇസ്ലാമിന്റെ വേഷം ധരിക്കുവാൻ അനുവാദമില്ലാത്ത സ്കൂളുകളിൽ 70%-ലധികം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 70%-ലധികം മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ തട്ടമിടാനും നമസ്കരിക്കുവാനുമുള്ള സൗകര്യം നിഷേധിക്കപ്പെടുന്നു. പക്ഷേ നമ്മുടെ ഉപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മക്കൾ അവിടെ കൊണ്ടു ചെന്നാക്കുന്നു. എന്തിനാണ് ആക്കുന്നത്? അവർക്ക് ഭൗതികമായ ഒരു ഉന്നതിയിലെത്തണം. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ്, +2 കഴിഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയേക്കും പരിപൂർണമായി അള്ളാഹുവിനെ നിഷേധിക്കുന്നിടത്തേക്ക് നമ്മുടെ മക്കളെത്തുന്നുണ്ട്. ഇന്ന് നമ്മുടെ ക്യാമ്പസുകളും അല്ലാതെ തന്നെ നമ്മുടെ ക്യാമ്പസുകൾ അങ്ങനെയാണ്, നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയാണ്. ചുപ്പമാർ എന്ന നിലയിൽ ഏറെ ഗൗരവത്തോടുകൂടിയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കുക എന്നുള്ളത്. പൂർണ്ണമായ ഒരു മുസ്ലിമായി ജീവിച്ച് പൂർണ്ണമായ ഒരു മുസ്ലിമായിക്കൊണ്ട് മരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. പക്ഷെ നമ്മളാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച, അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന് പ്രഖ്യാപിച്ച നമ്മൾ നമ്മുടെ നാട്ടിലെ ശിർക്കൻ ആഘോഷങ്ങളിൽ ഒന്നാമത്തെ സഫിൽ നമ്മളാണ് ഉള്ളത്. നമ്മളാണ് വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത്, നമ്മളാണ് മഹാബലിയായി മാറുന്നത്, നമ്മളാ വാമനായിട്ട് മാറുന്നത്. മുസ്ലിം ഉമ്മത്തിലെ വീട്ടിൽ നിന്നും പെൺകുട്ടികളെ ഇറക്കിവിടുന്നുവെങ്കിൽ അറിഞ്ഞു വെക്കണം നിങ്ങൾ ഓരോരുത്തരും. നമ്മുടെ മക്കളിലേക്ക് ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സന്ദേശം പഠിപ്പിക്കുന്നതിന് പകരം ഇത്തരം ശിർക്കൻ വിശ്വാസങ്ങളോട് സന്ധി ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന സംസ്കാരത്തിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ അറിഞ്ഞു വെക്കുക, നാളെ പരലോകത്ത് നമ്മുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കും. നിങ്ങൾക്കുള്ള ഓർമ്മയുണ്ടോ എന്നറിയില്ല, കോഴിക്കോട് വെച്ചുകൊണ്ട് നമ്മൾ സാൽവേഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഒരു ഉപ്പയും ഒരു മകനും കടന്നുവെന്ന രംഗം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം ആ മകനും ഉപ്പയുടെ കൈപിടിച്ച് ആ ഹാളിൽ ആ പ്രോഗ്രാം മുഴുവനും കണ്ട് ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ കുറിച്ച്, വിശ്വാസങ്ങളെ കുറിച്ച്, സംസ്കാരങ്ങളെ കുറിച്ച്, സ്വഭാവങ്ങളെ കുറിച്ച് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാപ്പയോട് ഈ കുട്ടി ചോദിക്കുന്നുണ്ട്, വാപ്പ ഇത്രയേറെ സുന്ദരമായ ഇസ്ലാമിനെ കുറിച്ച്, ഇത്രയേറെ മനസ്സിന് ആശ്വാസം നൽകുന്ന, ഇത്രയേറെ ശക്തി നൽകുന്ന ഈ ആശയത്തെ കുറിച്ച് എന്തുകൊണ്ട് ഉപ്പ എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു വെച്ചോ, മക്കൾക്ക് വേണ്ടി, ദുനിയാവിന് വേണ്ടി മാത്രം മക്കൾ വളർത്തുവാൻ വേണ്ടി പാടുപെടുന്നതിനിടയിൽ, തിരക്ക് കൂട്ടുന്നതിനിടയിൽ സട്ടാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ പോലും സമയമില്ലാത്തവരായി, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവരാക്കുവാൻ പോലും സമയമില്ലാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ പരലോകത്ത് വെച്ചുകൊണ്ട് നമ്മോട് ചോദിക്കും, മക്കള് എന്താ നിങ്ങൾ എനിക്കിത് പറഞ്ഞു തരാതിരുന്നത്? മറുപടി പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഏറെ ഗൗരവത്തോട് കൂടി നമ്മൾ വിഷയത്തെ മനസ്സിലാക്കുക. നമ്മൾ മക്കളെ നന്നായിട്ട് ഉപദേശിക്കണം. നമ്മൾ ഉപദേശിക്കുന്ന കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് യാ ബുനയ്യ, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശമാണ്. പ്രവാചകന്മാർ മുഴുവൻ കൊടുത്ത ഉപദേശമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മരണാസന്നമായ സമയത്തും പ്രവാചകന്മാർ മക്കൾക്ക് കൊടുത്ത ഉപദേശമാണെന്ത്? ലാ തുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കുവാൻ പാടില്ല. അള്ളാഹുവാണ് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്. അവനാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വായുവും വെള്ളവും സൂര്യനും അടക്കമുള്ള സകലതും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവനറിയാതെ ഈ ഭൂമി ലോകത്തൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവന് മുമ്പിൽ മാത്രമേ സുജൂദുകൾ അർപ്പിക്കുവാൻ പാടുള്ളൂ. അവന്റെ മുമ്പിലേ നമ്മുടെ സഹായങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും അവന്റെ മുമ്പിലേ സമർപ്പിക്കുവാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടിയെ ആദ്യമായി കയ്യിലെടുത്തിട്ട് പ്രവാചകൻ ചെയ്യുന്നത് ആ കുട്ടിയുടെ അദ്ദേഹത്തിന്റെ ചെവിട്ടിൽ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ വലിയ മഹത്വമുള്ള ബാങ്കിന്റെ വചനങ്ങൾ, അള്ളാഹു അക്ബർ എന്നുള്ള വാചകം ചൊല്ലിക്കൊടുക്കുന്നത് നമ്മൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. പ്രിയമുള്ളവരെ, ചെറുപ്പം മുതലേ ഇസ്ലാമിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയണം. സ്വഹാബത്തിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയണം. അതേപോലെയുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അറിയണം. അങ്ങനെ ഇസ്ലാമിനെ അറിഞ്ഞുകൊണ്ട് ചെറുപ്പം മുതലേ വളർന്നു വരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു
അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ ചെറുപ്പത്തിൽ അദ്ദേഹം മടുത്തു വിളിച്ചുകൊണ്ട് പറയുന്ന ചില ഉപദേശങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താം, വേഗത്തിൽ ഓർമ്മപ്പെടുത്താം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മോനെ വിളിച്ചിട്ട് ഉലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് കുറച്ച് വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹി യഹ്ഫദുക, നീ അല്ലാഹുവിനെ നീ സൂക്ഷിക്കണം, അവൻ നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹി തജിദുഹു തുജാഹക, അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക, അവന് നിന്റെ മുമ്പിൽ നീ കണ്ടെത്തുവാൻ നീ സാധിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് നീ ചോദിക്കുക. ഇതൊക്കെ മക്കളെ വിളിച്ചിട്ട് വാപ്പാര് പറഞ്ഞു കൊടുക്കുന്നതാ. നമ്മള് ഈ ഉത്തരവാദിത്തം മുഴുവനും ഉസ്താദുമാർ ഏൽപ്പിച്ചതാണ്, മൗലവിമാർ ഏൽപ്പിച്ചതാണ്. ജുമാ കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് പറയും, ഉസ്താദ് നിങ്ങളൊന്ന് എന്റെ മോനെ ഉപദേശിക്കണം. ഓക്കെ, അത് ശരി, അതൊന്നും പ്രശ്നമല്ല, കാര്യമില്ല. പക്ഷേ ഉപ്പ എന്നുള്ള നിലയിൽ രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മുടെ മക്കളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധ്യമാകണം. ഈ വാചകം നോക്കൂ നിങ്ങൾ, ഈ ഓരോ വാചകവും നമ്മുടെ കുട്ടികളുടെ വളർച്ചയിൽ അത്യന്താപേക്ഷിതമാണ്. അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. അപ്പൊ വാപ്പ പറഞ്ഞ വാചകം അവൻ ഓർമ്മ വരും. എന്താ ഓർമ്മ വരേണ്ടത്? അവൻ ഓർമ്മ വരണം, അവൻ ഏത് അവസ്ഥയിലെത്തിയാലും എവിടെ എത്തിയാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് അവൻ അപകടങ്ങളിലേക്ക് പോവുകയില്ല. അതേപോലെ നിനക്ക് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം. അതേപോലെ നീ സഹായം തേടുകയാണെങ്കിൽ നീ അല്ലാഹുവിനോട് സഹായം തേടണം. മുൻ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, നീ അറിയണം, നാട്ടിലുള്ള മുഴുവൻ ആളുകളും എല്ലാവരും ഒരുമിച്ചുകൂടി നിനക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചാലും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതല്ലാതെ, അള്ളാഹു തീരുമാനിച്ചു വെച്ചതല്ലാതെ മോനെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ അടുത്ത കാലങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾ വർദ്ധിക്കുന്നുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, സാമ്പത്തിക പ്രശ്നമുണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട്, നാടുവിടുന്നവരുണ്ട്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അറിയണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാചകം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാതെ ഒന്നും ഇവിടെ ദുനിയാവിൽ നടക്കുന്നില്ല. അള്ളാഹു നമ്മൾക്കെതിരെ ആരെന്തു ചെയ്താലും ശരി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമേ നടക്കുകയുള്ളൂ എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. അതേപോലെ ശർറും അങ്ങനെ തന്നെയാണ്. ആര് തന്നെ എന്തു തന്നെ അധികാരമുണ്ടായാലും ശരി, അവരുടെ എല്ലാ സംവിധാനങ്ങളും അവരുടെ കൂടെ ഉണ്ടെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചതല്ലാതെ ആരു തന്നെ എന്തു തന്നെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരാജയപ്പെടുത്താമെന്ന് നോക്കിയാലും നശിപ്പിക്കാമെന്ന് നോക്കിയാലും സാധിക്കുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ ഉടമകളാണ് വിശ്വാസികൾ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ മക്കളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അവരോട് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മക്കളെന്ന് പറയുന്ന അപാരമായ അനുഗ്രഹത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ അത് വലിയൊരു അമാനത്താണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള. ആ ഒരു ബോധ്യത്തോടുകൂടി കൈകാര്യം ചെയ്യുവാനും മക്കൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്ന മനസ്സിലാക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിലേക്ക് നമ്മുടെ കൊണ്ടുപോകേണ്ടുന്ന ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ് എന്ന കൃത്യമായ ബോധ്യമുണ്ടാകണം. നമ്മളാണ് അവരെ പറഞ്ഞു കൊടുക്കേണ്ടത്. എന്താണ് ഇസ്ലാം എന്നുള്ളതും അതിന്റെ മഹത്വം എന്താണ് എന്നുള്ളതെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉഹുദിന്റെ രണഭൂമിയിലും ബദറിലുമൊക്കെ ചെറിയ ചെറിയ മക്കൾ പങ്കെടുക്കാൻ വേണ്ടി കാണിച്ച ഉത്സാഹം എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആ രൂപത്തിലേക്ക് എത്തിയതെന്ന ചോദ്യത്തിന് ഉത്തരം അവരുടെ മാതാപിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അവര് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. നമുക്ക് ദീൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ദീനിന്റെ വിഷയത്തിൽ മാത്രമാണ് നമുക്ക് വാശിയില്ലാത്തത്.
അതെങ്ങനെങ്കിലൊക്കെ നടന്നോട്ടെ. ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ മക്കളുമായിട്ട് യാതൊരു കോംപ്രമൈസുമില്ല. ദുനിയാവിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മക്കൾ പോകുന്നുണ്ട് എങ്കിൽ വളരെ കണിശമായി നമ്മൾ അതിന് തടയിടാൻ നമ്മൾ ശ്രമിക്കും. പ്രിയമുള്ളവരെ, അതിനേക്കാൾ ഏറെ ഗൗരവമുണ്ട്. ദുനിയാവിൽ നമുക്ക് എന്തു സംഭവിച്ചാലും നമ്മളെ സഹായിക്കാൻ പല സംവിധാനങ്ങളും ഉണ്ടാകാം. പക്ഷേ നമ്മളെ നാളെ ഖബറിലേക്ക് നമ്മൾ ഇറക്കി വെച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ കഫൻ ചെയ്ത്, കഫൻ പുടവ കൃത്യമായി വൃത്തിയാക്കി കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് ഖബറിലേക്ക് നമ്മൾ ഇറക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല, നമ്മൾ ചെയ്തു വെച്ച അമലുകളല്ലാതെ, നമ്മൾ വളർത്തിയ നമ്മുടെ മക്കളല്ലാതെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഏറ്റവും റബ്ബിന് ഇഷ്ടപ്പെടുന്ന മക്കളായി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് പരലോകത്ത് നമുക്ക് ഉന്നതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മക്കളാക്കി വളർത്തുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെയെല്ലാം സന്താനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥാ. അവരുടെ എല്ലാം രോഗം നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഭാര്യമാർ നഷ്ടപ്പെട്ടവരുണ്ട് നാഥാ. ആ ഭാര്യമാർക്കും മക്കൾക്കും മരണപ്പെട്ടുപോയ ഞങ്ങൾ സഹോദരങ്ങൾക്കും ഉമ്മക്കും വാപ്പക്കും എല്ലാം നീ മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗ്ഗപൂങ്കാവനത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന്റെ പേരിൽ, മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന, പരീക്ഷിക്കപ്പെടുന്ന, സ്വന്തം വീടിൽ താമസിക്കുവാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ നാദാം. അവർക്കെല്ലാം നീ ആശ്വാസം കൊടുക്കണം റഹ്മാനെ. സുരക്ഷിതത്വത്തോടുകൂടി, സന്തോഷത്തോടുകൂടി അവരുടെ വീടുകളിൽ ജീവിക്കുവാനുള്ള സൗഭാഗ്യം നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഗസയിലും ഫലസ്തീനിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലബനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആത്മാർത്ഥമായി നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ സഹായമല്ലാതെ നമുക്ക് മറ്റൊന്നും ഇവിടെ പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി അവരുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹുവെ, അവർക്ക് നീ നിർഭയത്വം കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين.